സന്ദേശം. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും നമ്മളൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പറഞ്ഞിട്ട് പക്ഷേ സാധാരണ പോലത്തെ ഒരു ദിവസമല്ല, അങ്ങനെ ആയിട്ടുള്ളൊരു ദിവസമായിട്ട് തുടങ്ങിയത് തന്നെ നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിട്ട് രാവിലെ എണീറ്റ് കിച്ചുവിനെ ഓഫീസിലൊക്കെ വിട്ട് ചായം കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സീനാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ എന്നത്തെയും പോലെ സന്തോഷമായിട്ട് തുടങ്ങിയൊരു ദിവസമായിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതൊരു സങ്കടവും അതുപോലെ ആകെ പേടിയൊക്കെ ആയിട്ട് മാറിയിട്ട് ആകെ സങ്കടപ്പെട്ടു പോയിട്ടുള്ള ഒരു ദിവസം കൂടിയായി മാറി ഇന്നത്തെ ദിവസം. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക, നമ്മളുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് എന്തായാലും ഇന്നത്തെ ദിവസത്തിലേക്ക് പോവാം. ഞാൻ കാട്ടും കടിക്കാൻ തിന്നൂടെ ആദ്യം എന്ത് അമ്പടിയേ രാവിലെ നൂഡിൽസ് വേണ്ടെന്നിട്ട് പിന്നെ ദോശ. ഇപ്പൊ എനിക്ക് ബിരിയാണി അത്ര കുത്തണമെന്നാണ്ടല്ലോ. എന്താ പറയാ, എന്താ ഹോട്ടലിലെ മെനു ഇങ്ങനെ പറയാൻ. മര്യാദക്ക് തിന്നൂട്, കുളിച്ചൂട്. മറ്റോലെ തെന്നിലൊക്കെ കഴിഞ്ഞ് കുളി തുടങ്ങി. ലിനുവാ ഞാൻ ടി വി നിർത്തണാ? അങ്ങനെ എന്നത്തെയും പോലെ രാവിലത്തെ യുദ്ധം ഒതുങ്ങിയതിന് ശേഷം ഞാനിതാ കിച്ചണിൽ കയറിക്കുകയാണ്. നമുക്ക് ഉച്ചക്കുള്ള പരിപാടികൾ നോക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ പ്രൗൺസ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മധുഹൂത്ത് പോലെ നമ്മൾ ചിക്കൻ മധുഹൂത്ത് ഉണ്ടാക്കിയ റെസിപ്പി മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ പ്രൗൺസ് ആയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റൈസ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. ഗ്രീൻ മസാല ഉണ്ടാക്കിയിട്ട് ചിക്കൻ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിന, അതുപോലെ നമ്മളെ കറിവേപ്പില, അങ്ങനെയുള്ള പിന്നെ പച്ച മസാലകൾ മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ട് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തൈര് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ ഉപ്പ്, പിന്നെ ഈ ഒരു ഗ്രീൻ കളറിലുള്ള സംഭവങ്ങളൊക്കെ പാടി അരച്ചെടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ വലിയ ജീരകം, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കൂടി കൂട്ടിയെടുത്ത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു 2 ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അരക്കുമ്പോൾ. അതെല്ലാം കൂടി കൂട്ടി നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കി ഇത് ചിക്കൻ ഇതുപോലെ മാഗ്നേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സംഭവം. അത് കണ്ടില്ല, ഓഫീസിൽ പോയ ആൾ ഇതാ 10-11 മണിയാകുമ്പോഴത്തേന് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, കിച്ചന് രാവിലെ ഒന്ന് പോകുമ്പോൾ തന്നെ ചെറിയൊരു തലചുറ്റലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഒരു 10-11 മണി വരെ ഓഫീസിലിരിക്കാനേ പറ്റുള്ളൂ. ആ ടൈം ആയപ്പോൾ കിച്ചന് തീരെ വെയ്യാണ്ടായി ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാണ് പിന്നെ നേരെ കണ്ട് വീട്ടിലേക്ക് കൊടുന്നാക്കിക്കാണ് കേട്ടോ. അപ്പോൾ ഇയർ ബാലൻസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അത് വീണ്ടും ഇങ്ങനെ വന്നതാണ്. കുറേ മുന്നൊരിക്കം ഉണ്ടായിരുന്നു, ഇപ്പം അതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. വന്നു കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസത്തിന് ആൾ ഭയങ്കര പ്രശ്നമായിരിക്കും. നല്ല തലചുറ്റലും പിന്നെ ആകെ ഒരു ക്ഷീണം പിടിച്ച മട്ടായിരിക്കട്ടെ. പിന്നെ മക്കളെ ശബ്ദം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴൊക്കെ, മക്കളുടെ നല്ല പൊതുവേ ഉള്ള ശബ്ദം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഒരു സംഭവം കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ, നല്ല തലചുറ്റൽ, ഛർദ്ദിക്കുക, തലചുറ്റുക, പിന്നെ ഭയങ്കര ക്ഷീണം പോലത്തെ ഒരു കിടത്തം തന്നെ ആയിരിക്കട്ടെ. എണീറ്റിരിക്കാനോ പിന്നെ കിടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. അപ്പോൾ കുറേ ടൈം കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് റിലാക്സ് ആയി ആളൊന്ന് കിടന്ന് എണീറ്റതിൻ്റെ ശേഷം കണ്ട ഉള്ള രംഗമാണ് കേട്ടോ. അപ്പോൾ കാരണം ആ സമയത്തൊന്നും നമുക്ക് എന്താ എങ്ങനെയാന്നുള്ള അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ശരിക്കും ഞാൻ ആലോചിച്ച റബ്ബേ, ഞാനപ്പോൾ ഇവിടെ ഇല്ലാത്ത ടൈമിലാണ് ഇപ്പം ഇങ്ങനെ വർണ്ണിച്ചാൽ ഇപ്പം എന്തായിരിക്കും ഇവിടെ കാട്ടുണ്ടാവുക എന്നായിരുന്നു ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. ശരിക്കും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് മരുന്നൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടത് എക്സസൈസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഇപ്പോൾ എക്സസൈസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 45 ഡിഗ്രി തലവൊക്ക്, കണ്ണ് മോളിക്കാക്ക്, 40 തവണ എണ്ണ. എന്തായാലും അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ശരിക്കും പേടിച്ചു പോയിട്ടുള്ള ഒരു ദിവസം കൂടി തന്നെയായിരുന്നു. ശരിക്കും എന്താ പറയുക, തല ചുറ്റിയിട്ട് ഉള്ള കിച്ചുവിൻ്റെ കെടുപ്പും പിന്നെ ആ അവസ്ഥ ഒക്കെ പാടി കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു പോയിട്ട്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഈ ഒരു ബാലൻസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു എക്സസൈസ് കാര്യങ്ങളാണ് ഡോക്ടർ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും പിന്നെ അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വഴിയിൽ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യട്ടെ. എങ്ങനെ വന്നിട്ട് എന്താ ചെയ്തത് എന്നുള്ളതിനൊക്കെ പറ്റിച്ചാൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഒരുപാട് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരാൾ
ഒരാൾ കൂടെ നിന്നിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് തല ചുറ്റുക ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ ഒരു അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ മാറിക്കിട്ടി എന്നുള്ളതും കൂടി ഒന്ന് ഷെയർ ചെയ്യട്ട. അപ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു ഇപ്പോൾ ഈ ടൈമിൽ നമ്മളാരും കൂടെ ഇല്ലാത്തിരുന്ന ശരിക്കും നാട്ടിലില്ലാത്ത നാട്ടിൽ ആരും ഇല്ലാണ്ട് വേറെയുള്ള നാട്ടിലും മാറി നിൽക്കുന്ന ഒരവസ്ഥ ഭയങ്കരം തന്നെയാണ് കേട്ടോ. അപ്പോൾ തേച്ചുവിൻ്റെ കാര്യം മാത്രമല്ല എല്ലാവരുടെയും കൂടി നോക്കുകയാണെന്ന് വെച്ചാലും അങ്ങനെ തന്നെയാണ്. നമ്മളാരും ഇപ്പോൾ നാട്ടിൽ കൂടെ ആരും ഇല്ലാത്തൊരു സമയം ഇതുപോലെ വീട്ടിൽ ഒറ്റക്കൊക്കെ ആണ് സമയങ്ങളൊക്കെ വന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെ ഒരു പേടി തന്നെയല്ലേ. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം മൊത്തത്തിൻ്റെ ഉള്ളിൽ അതന്നെ ഇരുന്നിട്ട് അപ്പോൾ ഞാൻ ഇല്ലാത്തൊരു നേരത്താണ് വെച്ചാൽ ഇപ്പോൾ അത് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും കാട്ടുക. പെട്ടെന്നൊക്കെ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തല ചുറ്റുക, അതുപോലെ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ പെട്ടെന്നിട്ട് തല ചുറ്റുക, അങ്ങനെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. കുട്ടികൾക്കും കൊടുക്കണ്ട, കുട്ടികൾക്ക് കൊടുത്താലും അല്ലെങ്കിൽ നല്ലപോലെ വേഗം കഴിച്ചാണ്. കുട്ടിയോടറി എൻ്റെ കുട്ടി കൊടുക്കണില്ലേ? കിടന്നുറങ്ങാണേ, ഉറങ്ങി നീട്ടിട്ട് കൊടുക്കാം. നിങ്ങൾ വേഗം കഴിച്ചൂടി. ആരുടെ ഫസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ, വേഗം നോക്കി. എന്റെ പേരെന്തമ്മ? അടിപൊളി സ്മെല്ല്. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ദിവസം. അങ്ങനെ തട്ടിമുട്ടി അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇതെന്താണ് സംഭവം? ലസങ്ക അങ്ങനെ എന്തൊരു സംഭവം ഇട്ടാ. അപ്പോൾ ഫിനോട്ടൻ വേണമെന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്തായിരുന്നു. പിസ്സ ഒക്കെ പോലത്തെ ഒരു സാധനം കേട്ടോ. പിസ്സ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഫ്ലേവറിൽ ചെറിയ വ്യത്യാസമുണ്ട്. പൊട്ടാറ്റോയും അതുപോലെ ചീസും എല്ലാം കൂടി മെൽറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കുട്ടി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ അതാന്ന് ഇന്ന് നല്ല മഴക്കോളുണ്ട് കേട്ടോ. മീൻസ് ഇനി 2 ദിവസം ഖത്തറിൽ നല്ല മഴയാണെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. മഴ ഇടിയൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് കേൾക്കുന്നത്. നല്ല മഴ തുടങ്ങിയിട്ടോ, നല്ല ഇടിയുണ്ട്, നല്ല മഴയുണ്ട്. പെയ്യൽ തുടങ്ങിയപ്പോൾ ഇവിടെയൊക്കെ വെള്ളം നിൽക്കൽ തുടങ്ങിയാണ്. നേരെ വിളക്കുമ്പോൾ എന്താ അവസ്ഥ ആവോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഇടിയും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ബാലൻസ് പോകുന്ന പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ മാറി, അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒറ്റമൂല്യം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റു ദിവസത്തെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്ക് എല്ലാവർക്കും അസ്സലാമ. നല്ല ഇടി മഴയട്ടോ. നേരെ കുഴപ്പത്തിൽ എന്താവും ഇങ്ങനെയാണ് ചോദിച്ചാ ഇപ്പൊ തന്നെ ഇവിടെ നോക്ക് നല്ല മിന്നലും നല്ല തണുത്ത വെള്ളവും. എൻ്റെ ഫോണൊക്കെ നനയും. ഈ ഗ്രൗണ്ടൊക്കെ ഇപ്പൊ തന്നെ വെള്ളമായിട്ടാ. നല്ല മിന്നല്. ഇത് നമ്മൾ അടച്ചിടുമ്പോ ഒന്നും അറിയണില്ലല്ലേ, തുറന്നു നോക്കിയപ്പോഴാണ് അറിയണത്. ഏടി മിന്നറിയണ്ട് കുഞ്ഞാത്തുവോ? അടച്ചാളാ.